ഹലോ, നമ്മളുടെ ഡേ 2 ആയി. ഞങ്ങൾ കസാക്കിസ്ഥാനിൽ വന്ന രണ്ടാമത്തെ ദിവസമാണ്. ഇന്ന് രാവിലെ ഞങ്ങൾ നടക്കാനൊക്കെ പോയി കുറച്ച് സമയം മോർണിംഗ് വൈബ്സൊക്കെ ആസ്വദിച്ചു. പിന്നെ ഞങ്ങൾ റെഡിയായി പുറത്തിറങ്ങി. ഇന്ന് ഞങ്ങൾക്ക് കുറച്ച് സിറ്റി എക്സ്പ്ലോറിങ്, മ്യൂസിയം അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെയാണ് പോകേണ്ടത്. അപ്പോൾ ഞങ്ങൾ മണി എക്സ്ചേഞ്ചിൽ വന്നു. ഇതാണ് മണി എക്സ്ചേഞ്ച്. ഇവിടുത്തെ ഡോളർ ഞങ്ങൾക്ക് കുറച്ച് ടങ്കീസൊക്കെ ആക്കണമെന്ന്. ദെൻ ഇവിടെ ഇന്ന് ലീവാണ് ഇവിടെ സത്യത്തിൽ. ഇപ്പം എല്ലാവരും അങ്ങനെ ഓവർ തിരക്കുള്ള സിറ്റി ഇപ്പം അല്ല. നോർമലി ട്രാമൊക്കെ മീൻസ് ബസ്സുണ്ട്, ട്രാമുണ്ട്. ട്രാമിനൊക്കെ സെപ്പറേറ്റ് ഒരു സ്പേസിൽ കൂടിയാണ് അത് പോകുന്നത്. പിന്നെ എല്ലാവരും ജോലി ഇന്നില്ല യഥാർത്ഥത്തിൽ. ഇന്ന് എനിക്ക് തോന്നുന്ന ഫാമിലി വിസിറ്റ്. കാരണം ജോലിക്ക് പോകുന്നവരെല്ലാം നോർമലി രാവിലെ ഉള്ള ടൈമിലാണ് തന്നെ പോവും. ഞങ്ങൾ ഇന്നലെ രാവിലെ നടക്കാൻ പോയപ്പോഴത്തേക്ക് ഞങ്ങളത് കണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മ്യൂസിയം കാണാൻ, അതായത് കസാക്കിസ്ഥാനിലെ മ്യൂസിയം കാണാൻ വേണ്ടി ഇറങ്ങി. ഞങ്ങൾ ഡ്രോപ്പ് ചെയ്തു. ഇതാണ്ട് ഷുട്ടാപ്പു ഒക്കെ കണ്ട. ഷുട്ടാപ്പു, വേർ ആർ യു ഷുട്ടാപ്പു? ഇവിടെയൊക്കെ സ്നോഫോള് 2 ദിവസം മുമ്പേ വീണയായിരിക്കാം. ഇപ്പം ഇവിടെ ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ കിടപ്പുണ്ട്. ഇന്ന് നല്ലൊരു ക്ലൈമറ്റ് ആണ്. ഇന്ന് വലിയ കട്ടിയുള്ള ജാക്കറ്റൊന്നും ആവശ്യമില്ല. നോർമലായിട്ട് ഗുഡ് വെതറാ എൻജോയ് ചെയ്യാൻ പറ്റും. ടൈമിംഗ് ഒക്കെ കൊടുത്തപ്പോണ്ട് 9 മണി ടു 6 മണി വരെയാണ് ഇവിടുത്തെ സമയം എന്ന് പറയുന്നത്. എല്ലാവരും എത്തിയോ? ഓക്കെ, അപ്പം ഞങ്ങൾ ഇവിടെ വീഡിയോ എടുക്കാൻ പെർമിഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളെല്ലാവരും അകത്തേക്ക് കയറുക. ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു. ഇനി താഴേക്ക് അണ്ടർഗ്രൗണ്ടിലേക്കാണ് ഫസ്റ്റ് നമ്മൾ പോയി. അവിടെ കുറച്ച് കാര്യങ്ങൾ ഒക്കെ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഈ ഗ്ലൗസ് എന്തിനാ? ആവശ്യമില്ലല്ലേ? പക്ഷെ അത് കുറി വെച്ചാൽ അത് അങ്ങനെ തെറിപ്പിച്ച ഇരുത്തുന്നത്. മീൻസ് ഇങ്ങനെ എറിയ ചെയ്യുന്നത്. കുറെ വീഴും. ബോറടിക്കും. എക്സ്പ്രഷൻ ഇട്ടുകൊണ്ടിരിക്കണം കേട്ടോ. അതാ ഇവിടെ കുറേ ഇങ്ങനെ എന്താണ് ഈ ഒരു ഏൻഷ്യൻ ടൈപ്പ് ഓഫ് ബട്ടർഫ്ലൈസ് സംഭവങ്ങൾ, പിന്നെ വംശനാശം സംഭവിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ. ഇത് 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 കാട്ടരിമ, ഇത് കാട്ടരിമ, ഇത് കാട്ടരിമ, ഇത് 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 കാണിച്ച ഇത് ഗിനിക്കോഴി, ഇത് മ്യൂസിയത്തിന്റെ അടുത്തൊന്നും ചെറുതായിട്ട് നമുക്ക് ഇവിടെ വന്നിട്ട് എൻജോയ് ചെയ്യാനൊക്കെ പറ്റിയ മ്യൂസിയം. അത്രേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് നമ്മൾ ഇവിടെ വന്ന സ്ഥിതിക്ക് നമ്മളിത് കാണാതെ പോകുന്ന മോശമായിട്ടുള്ളൊരു കാര്യമാണ്. അതാ ഈ മ്യൂസിയം ഇപ്പോൾ അടുത്ത കാലത്തായിട്ടാണ് വന്നത്. ഇപ്പൊ അടുത്ത കാലത്തായിട്ടാണ് നമ്മൾ വരുന്ന സമയത്ത് ഒക്കെ ആയിട്ടാണ് മ്യൂസിയം വരുന്നത്. മെയിൻ സംഭവം എന്ന് പറഞ്ഞാല് ഇവിടുത്തെ ഈ കസാക്ക് കൾച്ചറും കസാക്ക് റഷ്യൻ ട്രഡീഷണൽ കൾച്ചർ കാണിക്കാൻ വേണ്ടിയിട്ടാണ് മ്യൂസിയം ഒന്നാമത് ഇവിടെ വെച്ചിട്ടുള്ളത്. അതിലിപ്പോ നമ്മളിപ്പോ കാണുന്ന പോലത്തെ ഈ പക്ഷി കാര്യങ്ങൾ അതൊക്കെ അത് നമ്മുടെ ഈ ആലാത്താവ് നാഷണൽ പാർക്കിൽ വരുന്ന സംഭവങ്ങൾ. നമ്മൾ ഇന്നലെ ഷിംബലാക്ക് പോയി. ഇനി നമ്മൾ പോകാനുള്ളത് കോൾസായി, അങ്ങനത്തെ ഓരോ സ്ഥലങ്ങളുണ്ട്. അതിലൊക്കെ പെട്ട ഭാഗത്തുള്ള മൃഗങ്ങളും പക്ഷികളൊക്കെ ആയിട്ട് കാണിച്ചിട്ട്, പിന്നെ നമ്മൾ ഇനി ഇതിന്റെ മുകളിലത്തെ ലെവലിൽ നമ്മൾ കാണാൻ പോകുന്നത് കസാക്ക് കൾച്ചർ, കസാക്കിൽ എങ്ങനത്തെ അവരുടെ ഡ്രസ്സിങ്സ് എങ്ങനെ, അവരുടെ എക്യുപ്മെന്റ്സ് എന്തൊക്കെയാണ്, ഏർണിങ്സ് എങ്ങനെയായിരുന്നു, അവരുടെ ജീവിത ശൈലി എങ്ങനെ ഉണ്ടായിരുന്നു, അതൊക്കെയാണ് ഇനി ഉള്ള ലെവലിൽ നമ്മൾ കാണാൻ പോകുന്നത്. 4 ഹാളുകളാണ്. 4 ഹാളുകളാണ്. അതിൽ വെപ്പൺസ് ഉണ്ട്, പുതിയ കസാക്കിസ്ഥാനിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ള കാര്യങ്ങളുണ്ട്, പിന്നെ പഴയത് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം എല്ലാം ഉണ്ട്. ഈവൻ നമ്മുടെ വാറിന്റെ സമയത്തുള്ള ഇത് പണ്ട് 1944-44 നമ്മുടെ വേൾഡ് വാർ നടക്കുന്നത്, രണ്ടാമത്തെ. ആ സമയത്ത് ഉണ്ടായിരുന്ന പ്രശ്നങ്ങളും അന്ന് ആരൊക്കെ മരിച്ചു എന്നും അങ്ങനെ എത്രത്തോളം ഇവർക്ക് എന്തൊക്കെ നഷ്ടങ്ങളും നാശനഷ്ടങ്ങളും ഉണ്ടായെന്ന് വരെ ഈ മ്യൂസിയത്തിൽ എഴുതി കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇത് അറബിക്കാണ്. അറബിക് സ്ക്രിപ്റ്റ് എന്നാണ് മാനുസ്ക്രിപ്റ്റ് ചെയ്തിട്ടാണ് ഈ കസാഖൊക്കെ വരുന്നത്. അറബിയാണ് ഇതിന്റെ മെയിൻ. അറബിക് കൾച്ചറാണ്. അറബിക് കൾച്ചർ അല്ല, അറബിക്കും ഇസ്ലാമിക കൾച്ചറാണ്. ഇസ്ലാമിക കൾച്ചറും അങ്ങനെയാണ്. നമുക്ക് അകത്തോട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. ഒരു ആനയുടെ എന്തൊക്കെ കാര്യങ്ങൾ, സ്കെലിറ്റൺ സംഭവങ്ങളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അടിപൊളിയായിട്ടുണ്ട് സംഭവം. ആനവാൽ മോതിരം ഇവിടെ വെച്ച് പണിയിപ്പിക്കാൻ പറ്റുന്ന ഷംനാഥ പറയുന്നത്.
ഇത് മാമാർത്തിന്റെ സോറി തെറ്റിപ്പോയി. മാമത്ത് പൊട്ടിയ പൗഡ്സ് ഒക്കെയാ പാവം. ഇത് 13ാമത്തെ സെഞ്ചുറിയിൽ ഉള്ള ഒരു സെൻട്രൽ കസാക്കിസ്ഥാനിലുള്ള ഒരു പള്ളിയുടെ ഒരു മോഡലാണ് ഈ വെച്ചേക്കുന്നത്. എന്താ പഠിക്കാൻ ഇവിടത്തെ എന്താ പഠിക്കാനുള്ളത് മനസ്സിലായില്ല. ഇവിടുത്തെ കൾച്ചറൊക്കെ നമുക്ക് പഠിക്കാലോ. എന്നിട്ട് ഈ കൾച്ചർ ടിഷ്യൂ പേപ്പർ കൾച്ചറാണോ കുട്ടി പഠിക്കാൻ പോകുന്നത്? അത് എനിക്ക് താല്പര്യമില്ല. അത് വേണേ നനച്ച് കുറച്ച് പഠിക്കാൻ. ഇന്നലെ ഞങ്ങൾ കണ്ടായിരുന്നു കുറെ നനയ്ക്കുന്നതൊക്കെ. കൊള്ളാം. കുറെ ആൾക്കാരൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ആരാ? ഓ ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ ഓക്കെ. ഇവരൊക്കെ ഇവിടുത്തെ ആൾക്കാരാണ്. What's your name? My name is Bahtirgen. His name is You're from Almaty? Kazakhstan. Okay, okay. Taras. Okay, 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 okay. From this city. Okay, okay, okay. You are studying or working? At SDU University. Okay. ഞാൻ കാണിച്ചു കൊടുക്കാം. ഇതെല്ലാം ട്രഡീഷണൽ ഡ്രസ്സസ് ആണ് ഇവർ ഉപയോഗിക്കുന്നത്. ഹായ്, ഹൗ ആർ യു? യു ആർ സ്റ്റഡിങ് ഓർ വർക്കിംഗ്? Studying. Okay. Your good name, please. My name? Yeah. Amit. What? My name is Amit. Sunandi. I'm a student. Sunandi. Your name? Good name? My Yeah. name is Amit. This means hope. Hope. Yeah. Your name? Amina. Amina. Okay, okay. Are you enjoying? Yeah, sure. I am enjoying. Where are you from? I'm from India. You know about India? Yeah, we know India. Okay. I am working in Qatar. Okay. You know, I want to use rickshaw. When Rickshaw. I went to India, it's Okay, so good. interesting. Okay, okay. You visit India? I know I have never visited, but I want. Okay. And I wish to. I will use rickshaw. Rickshaw. Auto rickshaw. Yeah, Okay. rickshaw. Okay. It's like a taxi, yeah. You know? Yeah. അപ്പോൾ നമ്മളിവിടെ പരിചയപ്പെട്ടു കുറച്ച് ആൾക്കാരൊക്കെ. ഇവരൊക്കെ ഇവിടെ സ്റ്റഡി ചെയ്യുന്നവരാണ്. ഐ മലയാളം. ഐ എം സെയിങ് മലയാളം മൈ നേറ്റീവ് ലാംഗ്വേജ്. ഓക്കെ ഓക്കെ. താങ്ക് യു. Thank you. Goodbye. ഇതിവർ ഓക്കെ 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 ഓക്കെ. വൂളൻ ക്ലോത്ത്സ് ഒക്കെയാണ് ഇവർ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് തണുപ്പിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി. ഇതുപോലെയൊക്കെയുള്ള ടെൻറ്റുകളാണ് പണ്ട് കാലത്ത് യൂസ് ചെയ്തിരുന്നത് ഇവർ തണുപ്പിൽ നിന്നും. കാരണം കസാക്ക് കുറച്ച് തണുപ്പൊക്കെ ഉള്ള ഒരു ഏരിയ ആണ്. പിന്നെ ഇവർ പാട്ടൊക്കെ പാടാനൊക്കെ യൂസ് ചെയ്യുന്ന കുറേ എക്യുപ്മെൻറ്റ്സ് ആണ്. നമ്മുടെ നാട്ടിൽ ഗിറ്റാറൊക്കെ പോലെ തന്നെ ഒരു സംഭവം. ഹോപ്പ് നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെയാണ് കസാക്കിസ്ഥാനിലെ മ്യൂസിയത്തിനെ പറ്റി പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് ഇവിടുത്തെ വേറൊരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്. എന്താണെങ്കിലും സ്റ്റേ ട്യൂൺ. നെക്സ്റ്റ് വീഡിയോയിനകത്ത് നമുക്ക് മീറ്റ് ചെയ്യാം. ബൈ ബൈ.